ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങാ ചട്നി തയ്യാറാക്കാം. ഈ റെഡ് കളർ ചട്നി മിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർക്കും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചട്നി എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് തേങ്ങയുടെ അളവിലും വ്യത്യാസം വരുത്താം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം, ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ചുവന്നുള്ളി, 4 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയുടെ ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യം വരില്ല. എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. അതുപോലെ ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊട്ടുകടല ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ചട്നിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും പിന്നെ ചട്നിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ അതുപോലെ പുളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നൊന്നുമില്ല, ചെറിയൊരു കഷ്ണം പുളി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ചട്നി എത്രയാണോ ആവശ്യം, എങ്ങനെ ഇരിക്കണം അതിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ലൂസായിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ചട്നിയിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലല്ലോ, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കടുക് വറുത്തിടേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 or 3 വറ്റൽമുളക് ചേർക്കാം. എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചട്നി ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചട്നി ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെഡ് കളർ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് സെർവ് ചെയ്യുന്നത് ബൺദോശയുടെ കൂടെയാണ്. ബൺദോശയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതുകൂടെ കാണുക. ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്